പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-17 വാക്യം നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വായിക്കയിൽ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. കർത്താവ് ഒരിക്കൽ കടൽക്കരയിൽ കൂടെ സഞ്ചരിച്ചു. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലമാണ്. അപ്പോഴതാ കർത്താവിനെ കാണുവാൻ കഴിഞ്ഞു. അന്ത്രയോസും ശിമോനും കടലിൽ വല വീശുന്നു. അവരുടെ അടുത്ത് കർത്താവ് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ശിമോനും അന്ത്രയോസിനും അത് വളരെ താല്പര്യമുള്ള ഒരു സജഷനാണ്, നല്ലൊരു വിളി. ഇത്ര മനോഹരമായൊരു വിളി ഉദ്യോഗം അവർക്ക് വേറെ എങ്ങും ആരും ഓഫർ ചെയ്തിട്ടില്ല. പെട്ടെന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന വലയും വള്ളവും ഒക്കെ വിട്ടിട്ട് കർത്താവിൻ്റെ പുറകെ പോയി. ഇവിടെ നമ്മൾക്കൊരു ചോദ്യമുണ്ട്, എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതായൊരു ചോദ്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും കർത്താവിനൊരു ശുശ്രൂഷ, ഒരു പ്രസ്ഥാനം തുടങ്ങണമെങ്കിൽ അറിവുള്ളവരും ജ്ഞാനമുള്ളവരും വിവേകമുള്ളവരും ന്യായപ്രമാണത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമൊക്കെ നല്ല ജ്ഞാനമുള്ള മനുഷ്യർ, സംസാരിപ്പാൻ വാക്ചാതുര്യമുള്ളവരെയൊക്കെ കർത്താവിന് കിട്ടുമായിരുന്നല്ലോ. ഈ അന്ത്രയോസിനെയും ശിമോനെയും തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ്? ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞേക്കാം, ദൈവം മുക്കുവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ വിവേകവും ജ്ഞാനവും അവർക്ക് കൊടുക്കുമ്പോൾ അവർ ജ്ഞാനികളും വിവേകികളും അല്ലെങ്കിൽ ഈ ലോകത്തിലെ വിവേകികളെക്കാൾ കൂടുതൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിക്കുവാനാണെന്നൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുത്തേക്കാം. പക്ഷെങ്കിൽ അങ്ങനെയല്ല. ഈ ലോകത്തിലുള്ളതായ ജ്ഞാനം ചിലതൊക്കെ കർത്താവ് ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. നോക്കൂ, അന്ത്രയോസിനെയും ശിമോനെയും കുറിച്ച് പഠിക്കുമ്പോൾ അവർ ഫിഷർമാനാണ്, അവർ മീൻ പിടിക്കുന്നവരാണ്. ആ മീൻ പിടിക്കുന്ന മുക്കുവന്മാർക്ക് അല്ലെങ്കിൽ മീൻപിടുത്തക്കാർക്ക് വലിയ ഒരു അറിവുണ്ട്. ആ സമുദ്രത്തിൽ പല രീതിയിലുള്ള മീനുകൾ, മത്സ്യങ്ങളുണ്ട്. എല്ലാ മത്സ്യത്തിനും എല്ലാ വലയും ഇട്ട് പിടിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കർത്താവിന് ആ അറിവുള്ള മനുഷ്യരെയാണ് ആവശ്യമായി വന്നത്. അല്ല എങ്കിൽ കർത്താവിന് വേറെ പലരെയും കർത്താവിന് വിളിക്കാമായിരുന്നു, കർത്താവിന് തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ ദൈവം ഉദ്ദേശിച്ചത് മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളെ തിരിച്ചറിയുന്ന ഏതെല്ലാം രീതിയിലുള്ള മത്സ്യങ്ങളുണ്ട്, അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള വലകൾ ഉപയോഗിക്കണം എന്ന് തിരിച്ചറിയുള്ളൊരു വ്യക്തി മനുഷ്യരെ പിടിക്കാൻ വരുമ്പോൾ മനുഷ്യരെ എങ്ങനെ സ്വാധീനിക്കണം എന്ന് അവർക്കൊരു ജ്ഞാനം കിട്ടും. അവരെ കൊണ്ട് മാത്രമേ മനുഷ്യരെ പിടിക്കുവാൻ കഴിയത്തുള്ളൂ. നോക്കൂ, ദാവീദ് തൻ്റെ അനുഭവം പറയുമ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുവാൻ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത് ആടുകളെ നോക്കി നടക്കുമ്പോഴാണ്. അതൊരു ട്യൂഷൻ സെൻ്ററായിരുന്നു, ട്രെയിനിങ് ആയിരുന്നു. അതിനുശേഷം ദാവീദ് ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പറയുകയാണ്, തള്ളയാടുകളെ നോക്കി നടക്കുമ്പോൾ അവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നു. അതെന്താണ് ഈ തള്ളയാടുകളെ നോക്കി നടക്കുമ്പോൾ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ ആടുകളെ നോക്കുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ തള്ളയാടുകളെ തീറ്റുക എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും എത്ര കയറിട്ട് വലിച്ചാലും അതിനെ അടിച്ചാലും ഒന്നും ഈ തള്ളയാട് അനുസരിക്കത്തില്ല. കാരണം അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ചലനം അനുസരിച്ച് മാത്രമേ തള്ളയാട് നീങ്ങത്തുള്ളൂ. മുന്നോട്ട് നീങ്ങാത്ത ഒരു തള്ളയാടിനെ നമ്മളൊരു വടിയെടുത്ത് അടിച്ചു നോക്കൂ, അത് കരഞ്ഞും കൊണ്ട് അവിടെ തന്നെ തിരിഞ്ഞു നിൽക്കും. കാരണം അതിൻ്റെ നോട്ടം അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ്. ആ കുഞ്ഞുങ്ങളെ എത്ര അടി കൊണ്ടും ആ കുഞ്ഞുങ്ങൾ അതിനോടൊപ്പം വരുന്നിടം വരെ ആ തള്ളയാട് അനങ്ങത്തില്ല, വട്ടം കറങ്ങി നിൽക്കും. ഇതുപോലെയാണ് മനുഷ്യർ എന്ന് ദൈവത്തിന് അത് തീർച്ചയായിട്ടും ദൈവത്തിന് മനസ്സിലായി. പല രീതിയിലുള്ള മനുഷ്യരുടെ സ്വഭാവം എന്തെന്ന് അറിവുള്ളവർക്ക് മാത്രമേ മനുഷ്യരെ നടത്തുവാൻ കഴിയൂ എന്ന് കർത്താവ് കണ്ടുപിടിച്ചു. നോക്ക്, കർത്താവ് ഒരിക്കലൊരു ഉദാഹരണം പറയുമ്പോൾ നമ്മൾ പറയും, മുടിയനായ പുത്രൻ്റെ കഥയെന്നൊക്കെ നമ്മൾ പറയും.
പക്ഷേങ്കിൽ കർത്താവിനത് അവിടെ പല സന്ദേശങ്ങൾ നമ്മളോട് പറയുവാനുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു തുടങ്ങിയാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. ഒരു അപ്പന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ 2 സ്വഭാവക്കാരുണ്ട്. ഒന്ന് അനുസരിക്കുന്നവൻ, കീഴ്പ്പെടുന്നവൻ, പിതാവിന് പറയുന്നത് പോലെ അനുസരിച്ച് കീഴ്പ്പെട്ട് സാവകാശപ്പെട്ട് ക്ഷമയോടെ കാത്തിരിക്കുന്നവൻ. 2, മനുഷ്യനിൽ വേറൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? അവനിൽ 7 വിധമായിട്ടുള്ള സ്വഭാവങ്ങളുടെ ഒരു ചങ്ങലയാൽ അവൻ ബാധിക്കപ്പെട്ടവനാണ്. നാം പറയുന്നത് പോലെ മുടിയനായ പുത്രൻ എന്ന് പറയൂ, ഏത് പേരും നമ്മൾ അതിന് കൊടുക്കൂ. അവനുള്ളതായ 7 വിശേഷതകളുണ്ട്. ആ 7 വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, 1, അവൻ സ്വന്തമായി ഒന്നും സമ്പാദിക്കാത്തവൻ, അവൻ സ്വന്തമായി ജോലി ചെയ്യാത്തവൻ. അപ്പൻ്റെ മുതലിനെ ആ മുതലിന് വേണ്ടി എപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കും, അവൻ്റെ അവകാശത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കും. സ്വന്തമായി അവൻ ഒന്നും സമ്പാദിക്കത്തില്ല, സ്വന്തമായി അവൻ അധ്വാനിക്കുകയില്ല. 3-ാമത്തെ സ്വഭാവം, അവന് കിട്ടുന്നതൊക്കെ നിമിഷ നേരം കൊണ്ട് ചെലവാക്കി മടിശീല കാലിയാക്കി കൈകൊടുക്കും. അതിനുശേഷം വേറൊരു സ്വഭാവം, അവനെപ്പോഴും സ്വദേശത്ത് നിൽക്കാതെ വിദേശത്തെക്കുറിച്ചുള്ളതായ ഒരു ഭ്രമം. അന്യദേശത്ത് പോകണം, എൻ്റെ ദേശത്ത് ഒരു രക്ഷയില്ല, ഒരു സുഖവുമില്ല. അവനെപ്പോഴും അന്യദേശത്തെക്കുറിച്ചുള്ളതായ ഒരു വാഞ്ച. അതിനും ശേഷം അവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ദേശത്തിലെ പൗരന്മാരിലായിരിക്കും ആശ്രയം. അവൻ്റെ ഭവനത്തിലുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ കൊള്ളരുതാത്തവരാണ്, പക്ഷെങ്കിൽ ദേശത്ത് മാന്യരാണ്. ദേശത്ത് അവനെക്കുറിച്ച് അറിവുണ്ട്, നല്ല അഭിപ്രായം, നല്ല സ്വഭാവം, മറ്റുള്ളവരിൽ ആശ്രയിക്കുവാൻ മിടുക്കൻ, പക്ഷെങ്കിൽ വീട്ടിൽ വരുമ്പോൾ മഹാപിശകൻ. അതിനുശേഷം വേറൊരു സ്വഭാവം മനുഷ്യരിലുണ്ട്. സ്വന്തം വീട്ടിലെ ഭക്ഷണം കൊണ്ട് തൃപ്തരാകത്തില്ല. അപ്പനോ അമ്മയോ ഭാര്യയോ കുഞ്ഞുങ്ങളോ സ്വന്തക്കാരോ എല്ലാവരും കൂടെ ചേർന്ന് എത്ര രുചികരമായിട്ടുള്ള ഭക്ഷണം വീട്ടിലുണ്ടാക്കിയിരുന്നാലും ചിലരങ്ങനെയാണ്. അവർക്ക് എപ്പോഴും ഹോട്ടലിൽ കഴിക്കണം, അന്യടുത്ത് കഴിക്കണം, പുറത്ത് കഴിക്കണം. അങ്ങനെയുള്ള വീടുകൾ എപ്പോഴും ദാരിദ്ര്യം കൊണ്ട് വേട്ടയാടപ്പെടുന്ന ഭവനങ്ങളായിരിക്കും. അതിനുശേഷം വേറൊരു സ്വഭാവം, അവന് നാളത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. എന്ന് പറഞ്ഞാൽ എന്തും വരട്ടെ, എവിടെയും ചെല്ലട്ടെ. ഇങ്ങനെ 7 വിധമായ സ്വഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞ മനുഷ്യരുമുണ്ട്. എന്നാൽ അപ്പന് അനുസരിക്കുന്നതായ മക്കളുമുണ്ട് എന്ന്, അതിന് വിപരീതമായിട്ടുള്ള മക്കളുമുണ്ട് എന്ന് ഒരേ മനുഷ്യനിലെ 2 സ്വഭാവത്തെ കർത്താവ് എടുത്ത് കാണിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ത്രയോസിനെയും ശിമോനെയും ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് മനുഷ്യരിലെ വിവിധ സ്വഭാവങ്ങളിലുള്ള മനുഷ്യരെ, അവരെ എല്ലാവരെയും ക്രിസ്തു യേശുവിലേക്ക് ലാഭപ്പെടുത്തുവാൻ എങ്ങനെ ഒരുവനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവം പറയുമ്പോൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ താൻ പറയുന്നു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ പൂർണ്ണനാക്കുക. ദൈവത്തിന് സ്തോത്രം. എല്ലാ മനുഷ്യരോടും പറയുന്നതായ സുവിശേഷം. പത്രോസ് പറയുന്നത് സകലരിലേക്കും കടന്നു ചെല്ലുന്നതായ രക്ഷ. അപ്പോൾ എല്ലാ മനുഷ്യരും ഏത് സമയത്തും എല്ലായിടത്തും രക്ഷപ്പെടണമെന്നുള്ളതായ ചിന്ത ആർക്കുണ്ടോ അവനെ മാത്രമേ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയൂ എന്നർത്ഥം. മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് ഉള്ള ഒരു വിവേചനം ആർക്കുണ്ടോ ആ വിവേചനം അനുസരിച്ച് അവരെ സ്നേഹത്തിൻ്റെ വലയത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ ആർക്ക് കഴിയുമോ അവരെ മാത്രമേ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയൂ. നമ്മൾ ലോകത്തിൽ പണ്ഡിതന്മാരായിരിക്കാം, അറിവുള്ളവരായിരിക്കാം, ജ്ഞാനമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വിവേകമുള്ളവരായിരിക്കാം, സമ്പന്നരായിരിക്കാം, സ്വാധീനമുള്ളവരായിരിക്കാം. പക്ഷെങ്കിൽ അങ്ങനെയുള്ളവർക്കാർക്കും അവരുടെ സ്വന്തം ജീവിതത്തിൽ അവരിൽ പോലും സ്വാധീനം കാണത്തില്ല. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യന് സ്വന്തം ജീവിതത്തിൽ അവന് സ്വാധീനമില്ല. ഞാൻ ഈയിടെ ഒരു സർവേയെക്കുറിച്ച് വായിക്കുകയുണ്ടായി. പണ്ഡിതരായിട്ടുള്ള അനേകർ, വിദ്യാഭ്യാസത്തിൽ ഉയർന്നു നിൽക്കുന്ന അനേക തസ്തികൾ വഹിക്കുന്നവർ,
ഞാൻ പലരുടെയും പേര് പറയുന്നില്ല. ആ പത്രത്തിൽ ഒരു വലിയൊരു സർവേ പറഞ്ഞതാണ്. ഇന്ന രീതിയിലുള്ള പദവിയിലിരിക്കുന്ന മനുഷ്യർ, അവരിൽ മിക്കപേരും അവർ ഡ്രഗ് അഡിക്റ്റാണ്. കാരണം അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. അവരിൽ തന്നെ അവരിൽ സന്തോഷം കാണുന്നില്ല. വിദ്യാഭ്യാസമുണ്ട്, വരുമാനമുണ്ട്, പണമുണ്ട്, സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, പ്രശംസയുണ്ട്, പേരും പെരുമയും എല്ലാമുണ്ട്. പക്ഷെങ്കിൽ അവരുടെ സ്വന്തമായ ജീവിതത്തെ അവർക്ക് നിയന്ത്രിക്കുവാനും കഴിയുന്നില്ല. അവരെ തന്നെ വലയിട്ട് പിടിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. പൗലോസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. അപ്പോൾ ഏത് മനുഷ്യനെയും, പത്രോസ് പറയുന്നത്, സകലരിലേക്ക് ഉദിക്കുന്നതായ ഈ രക്ഷ. അപ്പോൾ സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതായ ഒരു സ്വഭാവവിശേഷം ആരിൽ സംജാതമാകുന്നുണ്ടോ അവരെയാണ് ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുക. അവരിൽ കൂടെയാണ് ദൈവത്തിന് ദയയും കരുണയും വിശ്വസ്തതയും ലോകത്തിൽ അത് വിളമ്പിക്കൊടുക്കുവാൻ അവരെയാണ് ദൈവമാക്കുന്നത്. അവരിൽ കൂടെയാണ് ദൈവത്തിന് അത്ഭുത പ്രവൃത്തികളുള്ളത്. നാം ധാരാളം ദശാംശം കൊടുക്കുന്നവരോ, കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്നവരോ, പ്രശംസിക്കുന്നവരോ, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചും അവൻ്റെ മരണത്തെക്കുറിച്ചും വാതോരാതെ മഹത്വകരമായി അത്യുച്ചത്തിൽ അരങ്ങ് തകർത്ത് പ്രസംഗിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരോട് വളരെ വിവേകമായിട്ട് നമ്മൾ സംസാരിക്കുന്നവരായിരിക്കാം. ആ വിവേകത്തിലൊന്നും ദൈവം ആത്മാക്കളെ നമ്മളെ ഏൽപ്പിക്കുകയില്ല. എന്നാൽ ഒരു മനുഷ്യൻ്റെ താഴ്ചയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവൻ ദൈവസ്നേഹത്തിൽ നിന്ന് എത്രമാത്രം അകന്നു പോയിരിക്കുന്നു, ആഴക്കടലിലാണ് അവൻ നിൽക്കുന്നതെങ്കിൽ ആ ആഴക്കടലിലുള്ള ആ മത്സ്യത്തെ പിടിക്കുവാനുള്ളതായ വല, അതിനെക്കുറിച്ച് നിനക്കറിയുമോ? ആ സ്നേഹത്തിൻ്റെ വലയെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം നിന്നിലുണ്ടോ? എങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കുമ്പോൾ അവനെ കൊണ്ട് മറ്റുള്ളവരെ പിടിക്കുവാനല്ല അവൻ ഉപയോഗിക്കുന്നത്. ആദ്യം കർത്താവ് ഉപയോഗിക്കുന്നത് അവനെ തന്നെ പിടിക്കുവാൻ ഉപയോഗിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് തിമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നീ നിന്നെയും നിന്നെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ നമ്മളെ തന്നെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം നമുക്കുണ്ട്. ആ ദൗത്യത്തിൽ പൂർണ്ണത വരുന്നെങ്കിൽ മാത്രമേ, ആ ദൗത്യത്തിൽ സമ്പന്നത വരുമ്പോഴാണ് ആ സമ്പന്നത മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ കഴിയുന്നത്. നാം നമ്മെ തന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നവരാകുന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയൂ. നമ്മോട് കരുണയുള്ളവരാകുമ്പോൾ മാത്രമേ അന്യർക്ക് കരുണയുണ്ടാക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നമ്മളെ തന്നെ ശോധനം ചെയ്ത് രക്ഷിക്കുവാൻ പ്രാപ്തരാകുമ്പോഴാണ് മറ്റുള്ളവരെയും രക്ഷിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത യാമത്തിൽ ദൈവം നമുക്ക് തരുന്നതായ ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരെ പിടിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുന്നു. മനുഷ്യരെ തിരിച്ചറിയുവാൻ, അവരുടെ ദുഷ്ട സ്വഭാവത്തെ മാത്രമല്ല അവരിലെ നല്ല സ്വഭാവത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട്, നല്ലതും തീയതുമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യരെ ദ്വേഷിക്കുകയല്ല, അവരെ സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളതായ സ്നേഹത്തിൻ്റെ വല നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമായി പോകും. അപ്പോസ്തലനായ പൗലോസ് അതാണ് കൊരിന്ത്യ സഭയോട് പറയുന്നത്. നാം സ്നേഹിക്കുവാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ നമ്മൾ സംസാരിച്ചിരുന്നാലും ശരി, നമ്മിൽ സ്നേഹം ഇല്ല എങ്കിൽ, നമ്മിൽ സ്നേഹത്തിൻ്റെ വല നമ്മളിൽ ഇല്ല എങ്കിൽ, നാം ഉപയോഗിക്കുന്ന വാക്കുകൾ സ്നേഹത്തിൻ്റെ വാക്കുകളല്ല എങ്കിൽ നാം മുഴങ്ങുന്ന ചെമ്പാകും, ചിലമ്പുന്ന കൈത്താളമാകും. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ കൈകാലുകളിൽ അടിച്ചതായ ഇരുമാണികളുടെ വിശേഷത്തെക്കുറിച്ചും അവനെ അടക്കിയതായ കുഴിയെക്കുറിച്ചും ഒക്കെ ഭയങ്കര വിശേഷണങ്ങൾ അരങ്ങ് തകർക്കുന്നത് പോലെ അത്യുച്ചത്തിൽ നമുക്ക് ഘോഷിക്കുവാൻ കഴിഞ്ഞേക്കാം. പക്ഷെങ്കിൽ മനുഷ്യരെ പിടിക്കുന്ന വലകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചില്ല എങ്കിൽ നാം നമ്മുടെ വാക്കുകളിൽ ആ മീനുകളൊന്നും പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. നാം തന്നെ ആ വലയിൽ നിന്ന് നാം അത് വെളിയിലാകപ്പെടുന്നവരായിത്തീരും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് ഈ പ്രഭാതത്തിൽ
കർത്താവിൻ്റെ സ്നേഹ വലയിൽ നമുക്ക് പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവ് പറയുന്നു, കരുണ കാണിപ്പീൻ, എന്നാൽ നിങ്ങൾക്കും കരുണ ലഭിക്കും. ഈ ഭൂമിയിലുള്ള കറൻസിയാകുന്ന കരുണ, അല്ലെങ്കിൽ ആ കരുണയിലുള്ള കറൻസി നാം കൊടുക്കുമ്പോൾ ആ സ്വർഗീയമായ കരുണയുടെ കറൻസി നമുക്ക് ലഭിക്കും. ഈ ഭൂമിയിൽ വെച്ച് കൊടുക്കുന്ന അതേ കറൻസിയിൽ നമുക്ക് പകരം കിട്ടുന്നതായ സ്വർഗീയ കറൻസി തന്നെ തിരിച്ചു കിട്ടുന്നതായ ഒരേ കാര്യം മാത്രമേ ഉള്ളൂ, കരുണ. ആ കരുണ നമ്മളിൽ പ്രത്യക്ഷമാകുമ്പോൾ, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നാം പ്രാപ്തരാകുമ്പോൾ ദൈവം നമ്മിൽ കരുണയുണ്ടാക്കുന്നു. നമ്മുടെ ഭവനത്തിന്മേൽ ദൈവത്തിന് കരുണയുണ്ടാകുന്നു. നാം ദൈവത്തോടെ വിളിച്ചപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കരുണാസമ്പന്നനായ ദൈവമേ. അപ്പോൾ കരുണാസമ്പന്നനായ ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നാമും കരുണയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ തേടി വരുവാൻ തക്കവണ്ണം നമ്മൾ കേട്ട വചനം നമുക്ക് ഉപകാരപ്രദമായി തീരട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലയിലേക്ക് നമ്മെ ആകർഷിക്കുന്നതാകട്ടെ. നമ്മെ മാത്രമല്ല, നമ്മുടെ സ്നേഹിതരെയും കൂടെ. ഗോഡ് ബ്ലെസ് യു.